ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 22 ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇപ്പം വന്നിട്ട് സമയം 2 മണിയാണ്, 2 മണി AM ആണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിൻ കയറാനുണ്ട് 4 മണിക്ക്, അതായത് വെളുപ്പിന് 4 മണിക്ക് നമുക്ക് ട്രെയിൻ കയറാനുണ്ട്. നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവുക കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ചൂടെടുക്കുന്ന സാഹചര്യങ്ങളിലാണ് എൻ്റെ ഈ ഒരു മിനി പോർട്ടബിൾ അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് ഫാനിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉപകാരം വരുന്നത്. അങ്ങനെ 3 മണിയായപ്പം ഞാനും എൻ്റെ റിസർച്ച് കോർഡിനേറ്റർ ആയിട്ടുള്ള ആൻ ചേച്ചിയും കൂടിയാണ് നമ്മൾ രണ്ടാളും കൂടി ട്രിവാൻഡ്രം പോകണം കേട്ടോ. അങ്ങനെ ഊബർ വന്നു, ഊബറിൽ നമ്മൾ കയറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമൊക്കെ നല്ല ഉറക്കം തൂങ്ങുന്നുണ്ട്. ഞാൻ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ പിന്നെ ഈ 2 മണിക്കൊന്നും നീക്കലുണ്ടാവില്ല കേട്ടോ. കാരണം അത് എനിക്ക് ഉറപ്പുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ കണ്ണും തുറന്ന് പിടിച്ചു വെച്ച് നിൽക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഇപ്പം നമ്മൾ. അങ്ങനെ ഒരു 4:05 4:10 ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി വന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് AC കോച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത് മുകളിലാണ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇപ്പം കറക്റ്റ് സമയം പറയാനാണെങ്കിൽ 9 മണിയായിട്ടോ നമ്മളിവിടെ ട്രിവാൻഡ്രം എത്തി. അപ്പോൾ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഉറക്കം വന്നിട്ടേ, ഞാൻ സത്യം പറഞ്ഞാൽ സ്ലീപ്പറിൽ കിടന്ന് ഉറങ്ങിയെങ്കിലും ആ ഉറക്കം അങ്ങോട്ട് റെഡി ആയില്ല. അതുകൊണ്ടാണ് ഭയങ്കര ഇങ്ങനെ സ്ലീപ്പി ഫേസ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഇറങ്ങി. ഇപ്പം സമയം വന്നിട്ട് 9 മണി ഏകദേശം. എന്നിട്ട് ഇവിടുത്തെ ഈ വെയിറ്റിംഗ് ഹാൾ ഉണ്ടല്ലോ, ഇന്നാണ് ശരിക്കും ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കി. ആൻഡ് ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ച് നമുക്ക് വല്ലതും കഴിക്കണം, കാരണം നല്ല വിശക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ അങ്ങനെ ഞാനും ആൻസേഷിയും കൂടെ നമ്മൾ വല്ലതും തിന്നാൻ വേണ്ടി പോവുകയാണ്. സോ ഗൂഗിളിൽ നമ്മളൊരു നിയർ ബൈ ലൊക്കേഷൻ നോക്കിയ സമയത്ത് കഴക്കൂട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ ചായക്കാരി എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച ഏതായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാക്കാന്നുള്ളത്. ആംബിയൻസ് വൈസ് ഒക്കെ നല്ലതാണ്, കാണാനൊക്കെ ആയിട്ട് ഭയങ്കര അപ്പീലിംഗ് ആണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നമ്മളുടെ ചായയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗീ ദോശയാണ് കേട്ടോ. ഗീ ദോശ, പിന്നെ ലോട്ടസ് ബിസ്കഫ് മഫിനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു ചായയും മേടിച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ മേടിച്ചതിൽ ചായ മാത്രമാണ് എനിക്ക് കുറച്ചൊന്നും ഇഷ്ടപ്പെടാഞ്ഞത്. ദോശയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മുടെ ബിസ്കഫും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ദോശ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗീ ദോശ തിന്നുന്നത് കേട്ടോ. സംഭവം നല്ല സെറ്റ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇവർ ഈ ലഡു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലഡു ആണോ അത് എന്തൊരു മധുരമുള്ളൊരു സാധനം വെക്കുന്നുണ്ട്. ഞാനത് കഴിച്ചിട്ടില്ല. ഞാൻ മധുരത്തിൻ്റെ വലിയൊരു ഫാനല്ല, എസ്പെഷ്യലി ഈ ലഡുവിൻ്റെ ഒക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ട്രിവാൻഡ്രം വന്നത് RGCB വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. RGCB എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. സോ RGCB അതായത് പൂജപ്പുര ആണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ വന്നത്. സോ നമ്മുടെ കമ്പനി ഇവരായിട്ട് ഒരു പ്രൊജക്റ്റ് കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്. സോ കൊളാബറേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിനെ നമുക്ക് മീറ്റ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനും, പിന്നെ അതിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ച് വാലിഡേഷൻസും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ വന്നതാട്ടോ. സോ അതാണ് ഇങ്ങോട്ട് വരാനായിട്ടുള്ള മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഇവിടേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇനി തിരിച്ച് നമ്മൾ വരിക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു കൺഫ്യൂസിങ് ഡേ ആയിരുന്നു. നമുക്കിപ്പം നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ ഇന്ന് തന്നെ റിട്ടേൺ വരാം, അതല്ലെങ്കിൽ മേ ബി ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ റിട്ടേൺ വരാം എന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് വരാനായിട്ടുള്ള ടിക്കറ്റ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ഇല്ലേനു കേട്ടോ. പക്ഷേ നമ്മൾ ഡിസ്കഷൻ വന്നിട്ട് ഏകദേശം ഒരു 2.5 hour എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സോ നമ്മുടെ ട്രെയിൻ വന്നിട്ട് വൈകിട്ട് 5 മണിക്കാട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മൾ ഇവിടെ ട്രിവാൻഡ്രം കാലിക്കറ്റ് ക്യുസീനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റ് ഫുഡ് എന്താണെങ്കിലും ഇപ്പം ഞാൻ ഭയങ്കര മിസ്സിങ് ആണ്, കാരണം ഇപ്പോൾ എറണാകുളം ആണല്ലോ. അപ്പോൾ കാലിക്കറ്റ് ക്യുസീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കണ്ടപ്പം പിന്നെ നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്
ഡ്രൈ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഡ്രൈ ചിക്കൻ ബിരിയാണി എല്ലാം തോന്നുന്നു, ഡ്രൈ ഫ്രൈ ചിക്കൻ ബിരിയാണി എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾ നെയിം വന്നിട്ട്. പിന്നെ ചേച്ചി ഓർഡർ ചെയ്തിട്ടുള്ളത് ദം ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ ഞാനൊരു മിൻറ്റ് ലൈം ഓർഡർ ചെയ്തു, ചേച്ചി ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഫുഡ് വൈസ് പറയാനാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ കോഴിക്കോട് ബിരിയാണി കുറച്ച് കാലത്തിന് ശേഷം കഴിച്ച ഒരു ഫീൽ കിട്ടിട്ടോ. പിന്നെ ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവർ എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടെ ഇനി ട്രിവാൻഡ്രത്ത് മൊത്തം ഇങ്ങനെയാണോ എന്നുള്ളത്, ഫുഡിൻ്റെ കൂടെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു, ലഞ്ചിന് പോയപ്പോഴും ഹൽവയാണെന്ന് തോന്നുന്നു, എന്തോ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു സ്വീറ്റ് സാധനം. പക്ഷേ അത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ സ്വീറ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഈ ഷോപ്പിൽ തന്നെ വേറൊരു ഹൈലൈറ്റ്, കുറേ ഉപ്പിലിട്ടതും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഓക്കെ, സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എഗെയിൻ ഊബർ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ, നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ എൻ്റെ കൂടെ ചേച്ചി എന്ന് പറയുന്നത് ഭയങ്കര ആനിമേ ഫാനാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് ഇപ്പം ട്രാവലിംഗ് ടൈം ആണെങ്കിലും ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഫോണിൽ ചാർജൊന്നും ഇല്ല, ഫോണിൽ ഈ കുത്തിയിട്ടുകൊണ്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത്രയും ഹാർഡ് കോർ ആനിമേ ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ ചേച്ചി ആരാന്ന് വെച്ചാൽ എൻ്റെ റിസർച്ച് കോർഡിനേറ്ററാണ്, അതായത് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട പേഴ്സണാണ് ഈ പറയുന്ന ചേച്ചി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ റിട്ടേൺ ആലുവയിലേക്ക് വരാനായിട്ടുള്ള ട്രെയിൻ കയറി. 5 മണിക്കാണ് കയറുന്നത് കേട്ടോ. അപ്പം സ്ലീപ്പറേനും നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, അപ്പർ ബർത്താണ് ഞങ്ങൾ രണ്ടാൾക്കാരും, ഞാനും ചേച്ചിയും ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 8:30 എത്തിയപ്പോൾ നമ്മൾ എറണാകുളം ടൗണിലെത്തി. ഇപ്പോൾ ഇവിടെ എത്തിയ സമയത്തെ ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ടു. അപ്പോൾ അങ്ങനെ ആലുവയിൽ എത്താനായിട്ട് കുറച്ച് ലേറ്റായി, ഓൾമോസ്റ്റ് ഒരു 9:25 ഒക്കെ ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ആലുവയിലെത്തി. ഇനി ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്ന ടൈമിൽ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും മേടിച്ചു കേട്ടോ. കാരണം എനിക്ക് ഈ രാത്രി ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് ഫുഡ് ഉണ്ടാവില്ല. പിന്നെ ഇപ്പം നമ്മൾ ചിലവാക്കി ഇത്രയും പൈസകളെല്ലാം ലാസ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കയറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയൊരു സീനില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം, കാരണം കുറേ ദിവസമായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു സോ മച്ച്.